വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. ഇസ്രായേൽ ജനം ഏക മനസ്സോടെ കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടിയത് എവിടെ? മിസ്പായിൽ. ഇസ്രായേൽ ജനം മുഴുവൻ ഏത് പട്ടണത്തിനെതിരെയാണ് ഒറ്റക്കെട്ടായി നിന്നത്? ഗിബയ. ഗിബയ നഗരം ഏത് ഗോത്രത്തിലേതാണ്? ബെഞ്ചമിൻ. ഇസ്രായേൽ ജനം ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് ദൈവത്തോട് ആരായുന്നത് എവിടെ വെച്ച്? ബേഥേലിൽ. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം പോകേണ്ടത് എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? യൂദാ ഗോത്രം. ആ നാളുകളിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു? ബേഥേലിൽ. അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര്? ഫിനെഹാസ്. ഫിനെഹാസ് ആരുടെ പുത്രനാണ്? അഹരോന്റെ പുത്രനായ എലയാസറിന്റെ. ബെഞ്ചമിൻ ഗോത്രക്കാരായ 600 പേർ ഓടി രക്ഷപ്പെട്ടത് എങ്ങോട്ട്? മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക്. ആരും തങ്ങളുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് ഇസ്രായേൽക്കാർ ശബ്ദം ചെയ്തത് എവിടെ വെച്ച്? മിസ്പായിൽ. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്തത് ഏത് നിവാസികൾ? യബേഷ് ഗിലെയാദ്. കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുള്ളത് എവിടെ? ഷീലോയിൽ. തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഗോത്രക്കാരെ കുറിച്ച്? ബെഞ്ചമിൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 21. ബൈബിളിലെ എത്രാമത് പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം? 7. ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച എത്ര നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഉള്ളത്? 12. ന്യായാധിപന്മാർ അറിയപ്പെട്ടിരുന്നത് ആരായിട്ടാണ്? യുദ്ധവീരന്മാർ. പ്രഭാഷകൻ 41 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? മരണം. മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് എന്ന് പറയുന്നത് എത്ര പേർക്കാണ്? ആർക്കെല്ലാം? 3. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ ആരോഗ്യമുള്ളവന്. മരണത്തിൻ്റെ വിധി എത്ര സ്വാഗതാർഹം എന്ന് പറയുന്നത് എത്ര പേർക്ക്? ആർക്കെല്ലാം? 5. ദരിദ്രന്, ശക്തി ക്ഷയിച്ചവന്, വൃദ്ധന്, അല്ലൽ നിറഞ്ഞവന്, സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവന്. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. ഏത്? മരണം. പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. ഏതിനെപ്പറ്റി? ആയുസ്.
1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. ഏത്? സത്കീർത്തി. ദൈവഭയമില്ലാതെ പിതാവിനെ കുറ്റപ്പെടുത്തുന്നത് ആര്? മക്കൾ. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ്? വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ. നല്ല ജീവിതത്തിന് ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ശാശ്വതമായത് എന്താണ് എന്നാണ് പ്രഭാഷകൻ 41:13 പറയുന്നത്. സൽകീർത്തി. പ്രഭാഷകൻ 41 അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 23.